My loving greetings to dear brothers and sisters. I am taking another one topic that has really spoken to my life. എൻ്റെ ജീവിതത്തോട് വളരെ എന്നോട് സംസാരിച്ച ഒരു ഭാഗം വായിക്കാം. See, I was very conscious about my time after my salvation. ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എൻ്റെ സമയത്തെക്കുറിച്ച് ഞാൻ വളരെ കോൺഷ്യസ് ആയിരുന്നു. I don't want to spend any idle time. I want to properly use my time. എനിക്ക് ഒരിക്കലും സമയം വെറുതെ കളയുന്നതിൽ താല്പര്യമില്ലായിരുന്നു. എൻ്റെ സമയം വളരെ പ്രോപ്പർലി യൂസ് ചെയ്യാൻ തക്കണം ഞാൻ ആഗ്രഹിച്ചു. So we have our own plans and we try to utilize our time properly, but many a times it will fail. നമുക്ക് പലപ്പോഴും വളരെയധികം പ്ലാനുകളുണ്ട്, എന്നാൽ പലപ്പോഴും ആ പ്ലാനുകളൊക്കെ ഫെയിൽ ആകാറുണ്ട്. We will read one or two verses in the beginning, then we will go into detail. ആദ്യം തന്നെ നമുക്ക് 2-3 വാക്യങ്ങൾ വായിക്കാം, തുടർന്ന് ശുശ്രൂഷയിലേക്ക് കടക്കാം. Let us turn to Proverbs. നമുക്ക് പ്രൊവേർബ്സ് സദൃശവാക്യങ്ങൾ. Proverbs chapter 20 and 24. 20-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. A man's steps are of the Lord. How then can a man understand his own way? മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു, പിന്നെ മനുഷ്യനെ തന്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? Every man's steps are ordained by God. എല്ലാ മനുഷ്യന്റെ എല്ലാ സ്റ്റെപ്സും അത് ദൈവത്താൽ നിയമിക്കപ്പെട്ടവയാണ്. Many difficulties may come into our life. പ്രശ്നങ്ങൾ നമ്മുടെ വഴിയെ മധ്യ ഉണ്ടാകാം. The most beautiful thing to understand this passage is the life of Joseph. ഈ പാസേജ് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും അനുകൂലമായ ഒരു കഥ എന്നുള്ളത് ജോസഫിന്റെ കഥയാണ്. You know how much difficulties he has gone through. താൻ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ കൂടി കടന്നുപോയി. It was necessary to bring him to that particular higher place. Then only Joseph would be Joseph as we have seen. താൻ കടന്നുപോയ വഴികളൊക്കെയും താൻ ആ സ്ഥാനത്ത് എത്തിയപ്പോൾ അത് നമുക്കറിയാം, അത് ഏറ്റവും ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് നാം ഇന്ന് അറിയുന്ന യോസഫിനെ അതുപോലെ നാം അറിയുന്നത്. Every step, when he was sold by his own brothers, when he was put into jail, everything was ordained by God. നമുക്കറിയാം, തൻ്റെ എല്ലാ വഴികളിലും താൻ സഹോദരന്മാരിൽ വിൽക്കപ്പെടുമ്പോഴും തുടർന്ന് ജയിലിൽ അടയ്ക്കുമ്പോഴും ഒക്കെയും അതെല്ലാം ദൈവത്തിൻ്റെ നിയമങ്ങളായിരുന്നു അത്. Turn again to chapter 14. Proverbs 14. നമുക്ക് സദൃശവാക്യം തന്നെ 14-ാം അധ്യായത്തിലേക്ക് തിരിയാം. There, this verse is twice repeated in this book. ഈ വാക്യം തന്നെ ഇവിടെ 2 പ്രാവശ്യം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. Chapter 14 and verses 12. അതിന്റെ 12-ാം വാക്യം. There is a way that seems right to man, but the end of the way of death. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. This is again repeated in chapter 16 verse 25. ഇത് വീണ്ടും 16-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. We have our own plans, but God says end of it can be death. മനുഷ്യന് പലപ്പോഴും അവന്റെ വഴി ചൊവ്വായി തോന്നും, എന്നാൽ അതിന്റെ അവസാനമോ മരണം മാത്രമേ എന്ന് ദൈവം പറയുന്നു. Turn to Jeremiah chapter 10. യെരമ്യാ പ്രവചനം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. This is a prayer by the prophet. ഇത് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാണ്. Look at chapter 10 and verse 23. അതിന്റെ 10-ാം അധ്യായം 23-ാം വാക്യം നമുക്ക് വായിക്കാം. Oh Lord, I know the way of man is not in himself. It is not in man who walks to direct his own steps. യഹോവേ, മനുഷ്യന് തന്റെ വഴിയും നടക്കുന്നവന് തന്റെ കാലടികളെ നേരെയാക്കുന്നതും സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു. It is not in man to know how to direct his ways. ഒരിക്കലും ഒരു മനുഷ്യനെ തന്റെ വഴി എങ്ങനെ പോകണമെന്ന് അവന് തിരഞ്ഞെടുക്കാൻ തക്കണം സാധ്യമല്ല. We don't know. That is the reason we read. It may seem right with us, but its end can go to death. നമുക്ക് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും നമ്മുടെ വഴി ചൊവ്വായി തോന്നുമെന്ന്, എന്നാൽ അത് അതിന്റെ അവസാനമോ മരണം അത്രയെന്നോ. We don't know whom to marry. We don't know what profession we have to take. We don't know which way we should turn. We don't know. നമുക്ക് ആരെ വിവാഹം കഴിക്കണമെന്നോ എന്ത് ജോലി എടുക്കണമെന്നോ ഏത് തിരഞ്ഞെടുപ്പ് അവിടെ നടത്തണമെന്നൊന്നും പലപ്പോഴും നമുക്കറിയില്ല. But the same God says us in chapter 29. എന്നാൽ അതേ ദൈവം തന്നെ ഈ 29-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു. Jeremiah 29 and verses 11. യെരമ്യാ പ്രവചനം 29-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. I know the thought that is thinks towards you, says the Lord of hosts, a thought of peace and not of evil, to give you a future and a hope. Verse 11. 29-ാം അധ്യായം 29:11. ഓക്കെ, സോറി. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തൊക്കണം. ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള നിരൂപണങ്ങൾ എന്ന്
യഹോവയുടെ അരുളപ്പാട്. Yeah, God says, I have a thought concerning you. യഹോവ പറയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് നിരൂപണങ്ങൾ. Yeah, He has a thought concerning every life. നിങ്ങൾ എല്ലാവരെ കുറിച്ചും നിങ്ങളുടെ എല്ലാ ജീവിതങ്ങളെ കുറിച്ചും. Every person who is sitting here, the Lord has a purpose, of our life. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരങ്ങളെ കുറിച്ചും ദൈവത്തിന് അപ്രകാരം ഒരു പദ്ധതിയുണ്ട്. And He says that He is for a good future. അത് കർത്താവ് പറയുന്നു, അത് നന്മയ്ക്കായിട്ട്, നിങ്ങളുടെ നന്മയ്ക്കായിട്ട് അത്രേ. It is for peace and it is for a good future. I have thought concerning you. ഇത് നിങ്ങളുടെ നന്മയ്ക്കും നല്ല ഭാവിക്കും വേണ്ടിയാണ് ഇത് എനിക്ക് എൻ്റെ ഈ നിരൂപണങ്ങൾ. The same God has said, but you yourself chooses, it can end up in death. പക്ഷേ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നവ അത് ചിലപ്പോൾ മരണത്തിൽ കലാശിക്കാം. So in relation to our own life, what should we choose? There is only one way. Give it to the Lord's hand. നമുക്ക് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ തക്കണം സാധിക്കുള്ളൂ, ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ അത് ഏൽപ്പിക്കുക. That is actually the lordship. അതാണ് ശരിയായിട്ടുള്ള കർത്തൃത്വം എന്ന് പറയുന്നത്. Yeah, we have accepted Him as our Savior and Lord. നമ്മൾ അവനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. What is the meaning of lordship? നിങ്ങൾക്കറിയാമോ കർത്തൃത്വം എന്ന വാക്കിന്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന്? Peter, I'm going to take an example from the life of Peter. നമുക്ക് പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരു ഏടെടുക്കാം. Peter, from his experiences he says certain things. തന്റെ അനുഭവങ്ങളിൽ നിന്ന് പത്രോസ് ചില കാര്യങ്ങൾ അവിടെ പറയുന്നു. 1 Peter chapter 3, no need of reading. We cannot. നിങ്ങൾക്ക് വായിക്കണമെന്നില്ല, 1 പത്രോസിൽ നിന്ന് നമുക്കത് അറിയാം. 1 Peter chapter 3 verse 14. അതിന്റെ 1 പത്രോസ് 3-14 വാക്യത്തിൽ പ്രകാരം പറയുന്നു. He says, sanctify Him as the Lord in your life. കർത്താവിൽ എന്ന പോലെ നിങ്ങൾ വിശുദ്ധീകരിക്കുവിൻ. Yeah, sanctify Him as the Lord in your life. കർത്താവിന് എന്ന പോലെ നിങ്ങൾ അവനെ വിശുദ്ധീകരിക്കുവിൻ. Yeah, that means we should give the proper place of lordship of Christ in our life. അതെന്നാൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങൾ കർത്താവിന് കൊടുക്കേണ്ടതായ എല്ലാ കർത്തൃത്വവും നമ്മൾ കൊടുക്കണം. We are going to take 3 instances in the life of Peter. പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ 3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ എടുത്തു. And I'm going to read it and I'm going to ask you and one question, who is the Lord there? അവിടെ നിങ്ങൾ വായിച്ചിട്ട് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, ആരാണ് അവിടുത്തെ കർത്താവ് എന്നുള്ളത്. First instance in Matthew 16. ആദ്യം തന്നെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് കടന്നു പോകാം. Matthew chapter 16. മത്തായി സുവിശേഷം 16-ാം അധ്യായം. There the Lord told Peter concerning his death in Jerusalem. തന്റെ മരണത്തെ ചൊല്ലി കർത്താവ് പത്രോസിനോട് പറഞ്ഞ് യെരുശലേമിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. He was telling that he is going to die in Jerusalem. കർത്താവ് പറയാണ്, ഞാൻ യെരുശലേമിൽ വെച്ച് മരിക്കേണ്ടതാകുന്നു. Chapter 16 and verses 22. അതിന്റെ 16-ാം മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. പത്രോസ് I have taken Luke. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. Far be it from you, Lord, this shall not happen to you. കർത്താവേ അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് പത്രോസ് കർത്താവിനോട് പറയുകയാണ്. Lord, he is calling him Lord. അത് കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടാണ് പത്രോസ് പറയുന്നത്. Then he is telling it should not happen to you. എന്നിട്ട് പറയുകയാണ് ഇത് നിനക്ക് സംഭവിക്കരുതേ എന്ന്. Who is the Lord there? അപ്പോൾ ആരാണ് അവിടുത്തെ കർത്താവ്? Lord, it should not happen to you. കർത്താവേ ഇത് നിനക്ക് സംഭവിക്കരുതേ. You cannot say that. Once you call him as a Lord, you cannot dictate, things. ഒരിക്കൽ കർത്താവേ എന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ കാര്യം അങ്ങനെ പറയാൻ തക്കണം ഇവിടെ സ്ഥാപിക്കാൻ തക്കണം. What is the lordship? എന്താണ് കർത്തൃത്വം? You are handing over your life completely to him to do whatever he want to do. നിങ്ങളുടെ ജീവിതം നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യാൻ വേണമെങ്കിലും. That is lordship. അതാണ് കർത്തൃത്വം. Another instance in the life of Peter. ഒരു കാര്യം കൂടെ പത്രോസിന്റെ ജീവിതത്തിൽ നമുക്ക് നോക്കാം. Let us turn to John's Gospel chapter 13. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് കടന്നു പോകാം. That is, we are familiar that the Lord was trying to wash the feet of Peter. നമുക്കറിയാം അവിടെ കർത്താവ് പത്രോസിന്റെ കാല് കഴുകാൻ തക്കണം അവിടെ ശ്രമിക്കുകയാണ്. Chapter 13 verses 6. അതിന്റെ 13-ാം അധ്യായം 8-ാം വാക്യം. 6ാം വാക്യം. Then he came to Simon Peter and Peter said to him, Lord, are you washing my feet? അവൻ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവനോട്, കർത്താവേ നീ എന്റെ കാൽ കഴുകുന്നുവോ? Verse 8. 8ാം വാക്യം. You shall never wash my feet. നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല. Lord, you will not wash my feet. കർത്താവേ നീ എന്റെ കാൽ കഴുകുകയില്ല. Calling him Lord and he is telling you are not going to wash my feet. കർത്താവേ എന്ന് വിളിക്കുകയും എന്റെ കാൽ കഴുകുവാൻ കർത്താവിനെ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നു. That is not the lordship. അത് കർത്തൃത്വമല്ല. One more instance. ഒരു കാര്യം കൂടെ നമുക്ക് വായിക്കാം. Acts chapter 10.
അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായം. The Lord wanted to send him to the house of Cornelius. നമുക്കറിയാം കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് കർത്താവ് അവനെ അയക്കാൻ തക്കണം. So God gave him a vision. അതുകൊണ്ട് കർത്താവ് അവനൊരു ദർശനം നൽകുകയാണ്. Chapter 10 of Acts and verse 13 and 14. അതിന്റെ അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. A voice came to him, "Rise, Peter, kill and eat." But Peter said, "Not so, Lord." പത്രോസ് എഴുന്നേറ്റ് അർത്ഥ തിന്നുക എന്നൊരു ശബ്ദം ഉണ്ടായി. അതിന് പത്രോസ് ഒരിക്കലും പാടില്ല കർത്താവേ. 3 times he calls him Lord and he is the one who is dictating. നമുക്കറിയാം കർത്താവ് എന്ന് 3 പ്രാവശ്യം അവിടെ പത്രോസ് പറയുകയും എന്നാൽ പത്രോസ് താൻ തന്നെ അവിടെ ഒരു കാര്യം സ്ഥാപിക്കുകയാണ്. Then Peter wrote in his epistle, "Sanctify him as the Lord in your life." പത്രോസ് തന്റെ ലേഖനങ്ങൾ എന്നിട്ട് എഴുതുകയാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ അവനെ കർത്താവ് എന്ന് വിശദീകരിക്കണം. Many a times we also call him Lord and we are the one who decides. പലപ്പോഴും നാം അവനെ കർത്താവ് എന്ന് വിളിച്ചിട്ട് നമ്മൾ തന്നെയാണ് പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്. My message, I will take it into 2 parts. ഞാൻ എൻ്റെ ഈ ഇന്നത്തെ ശുശ്രൂഷ 2 ഭാഗങ്ങളായി തിരിക്കാൻ. When I was studying it, I really understood from the scripture, this should be taught to believers. ഞാനിത് പഠിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് നമ്മുടെ വിശ്വാസികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമാണ്. Mainly how to dedicate to the Lord. എങ്ങനെയാണ് കർത്താവിനായി നാം സമയം അല്ലെങ്കിൽ നമ്മളെ തന്നെ വേർതിരിക്കേണ്ടത്. That we will take a little detail. നമ്മളത് കുറച്ച് ഡീറ്റെയിൽ ആയി അത് പഠിക്കാം. Then our misunderstanding will go. അപ്പോൾ നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും അത്. But let me remind you something. എന്നാൽ നിങ്ങളെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. The Lord will never compel anybody to accept him as his Lord. കർത്താവ് ആരെയും തന്നെ കർത്താവ് എന്ന് പറയാൻ തക്കണം നിർബന്ധിക്കുന്നില്ല. He will never ask anybody or compel anybody to give the lordship of his life to him. നമ്മളുടെ കർത്തൃത്വം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് കർത്താവ് ആരെയും നിർബന്ധിക്കുകയോ അതിന് സ്വാധീനം ചെലുത്തുകയോ ചെയ്യുന്നില്ല. It is out of gratitude we should do that. നമ്മുടെ നന്ദി എന്ന സൂചകമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. There was a missionary, his name was Alexander Clark. അലക്സാണ്ടർ ക്ലർക്ക് എന്ന് പറയുന്ന ഒരു മിഷണറി ഉണ്ടായിരുന്നു. He was in Africa. താൻ ആഫ്രിക്കയിലായിരുന്നു. One day he saw one elephant was trying to kill this man. ഒരിക്കൽ അദ്ദേഹം ഒരു ആന ഒരു മനുഷ്യനെ lion. ഒരു സിംഹം ഒരു മനുഷ്യനെ കൊല്ലുന്ന തക്കണം കാണുവാൻ സാധിച്ചു. He took his gun and shot that lion. താൻ തന്റെ തോക്കെടുത്ത് ആ സിംഹത്തെ വെടിവെച്ചു. And this man had wounds on his body. ആ മനുഷ്യന്റെ ശരീരത്തിലൊക്കെ മുറിവുകൾ ഉണ്ടായിരുന്നു. And this missionary took care of him. ഈ മിഷണറി അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. After he was healed, he was sent back to his tribe. അവനെ ശുശ്രൂഷിച്ച് അവന് ശരീരമെല്ലാം പൂർണ്ണമായി സൗഖ്യമായതിനു ശേഷം തന്റെ ഗോത്രത്തിലേക്ക് അവനെ അയച്ചു. One day, as this missionary, this is a true story, when he was sitting on his veranda, that is outside his house, തന്റെ ഭവനത്തിന്റെ വരാന്തയിൽ പുറത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം he heard a commotion. A group is coming near to his home. താൻ ഒരു ഗ്രൂപ്പ് തന്റെ അടുത്തേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് കാണാൻ തക്കണ ഇടയായി. He closely watched and he understood it is the man whom he saved from the lion. He is coming forward with animals, chickens, ducks and a group of children, women and all. താൻ ശുശ്രൂഷിച്ച് രക്ഷപ്പെടുത്തി ആ മനുഷ്യന് അതായത് വളരെ സമ്മാനങ്ങളുമായി ആടുമാടുകൾ അല്ലെങ്കിൽ കോഴി അങ്ങനെയുള്ള പലതുമായി കുട്ടികളുമായും ഭാര്യമായും ഒക്കെ അടുത്തോട്ട് വരുന്നു. And he fall down at the feet of missionary. അതെ സവരൻ വന്ന് ഈ മനുഷ്യരുടെ കാലിൽ മുമ്പിൽ വീഴുകയാണ്. He made him to stand up. ആ മിഷണറി അദ്ദേഹത്തെ പിടിച്ചുയർത്തി. What are you doing? എന്താണ് ഈ ചെയ്യുന്നത്? Then he told something like this. അപ്പോൾ ആ സഹോദരൻ ഇപ്രകാരം പറഞ്ഞു, we have a law in our tribe. ഞങ്ങളുടെ ഗോത്രത്തിൽ ഇപ്രകാരം ഒരു നിയമമുണ്ട്. If somebody is saved, if someone saves somebody from the clutches of wild animal, ആരെങ്കിലും വന്യമൃഗങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ rest of his life, എന്റെ rest of the സമയം and all that he has, അല്ലെങ്കിൽ തനിക്കുള്ളതൊക്കെയും belongs to his savior. ഈ രക്ഷിതാവിന് വേണ്ടിയുള്ളതാണ്. Here is my wife, ഇതാണ് എൻ്റെ ഭാര്യ, and my children, എൻ്റെ മക്കൾ, my cattle, എൻ്റെ കന്നുകാലികൾ, my sheep, എൻ്റെ ആടുമാടുകൾ, my ducks and chickens, എൻ്റെ കോഴി അല്ലെ താറാവുകൾ, everything belongs to you. എല്ലാം നിനക്കുള്ളതാണ്. Why this jungle tribal people has this law? എന്തുകൊണ്ടാണ് ഈ ആദിവാസികൾ അല്ലെങ്കിൽ ഈ ഗോത്രക്കാർക്ക് ഈ നിയമമുള്ളത്? They knew that animal attack like a lion, surely death. There is no way to live again. അവർക്കറിയാം ഒരു സിംഹത്താൽ ആക്രമിക്കപ്പെട്ടുവെങ്കിൽ മരണം നിശ്ചയമാണ് എന്ന്. Somebody saves him, he belongs to him. The gratitude
compel him to give himself. അവരെ ആരെങ്കിലും രക്ഷിച്ചുവെങ്കിൽ അവർക്കറിയാം താൻ ഇനി തനിക്കുള്ളവരല്ല, മറ്റുള്ളവനുള്ള തന്നെ രക്ഷിച്ചവനുള്ളവനാണ്. ആ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി സൂചകമായി അത് ചെയ്യുന്നു. We were worshipping the Lord നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ every Sunday. എല്ലാ ഞായറാഴ്ചയും. How can we respond? എങ്ങനെയാണ് നമുക്ക് ചെയ്യാം? Lord, I am here for you. കർത്താവേ, ഇതാ ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ. I give my whole life. ഞാൻ എൻ്റെ പൂർണ്ണ ജീവിതവും. That is the only way we can respond to him. ആ പ്രകാരം മാത്രമാണ് നമുക്ക് കർത്താവിനോട് റെസ്പോണ്ട് ചെയ്യാൻ സാധ്യമാണ്. He will not be satisfied with less than anything else. അതിനകത്ത് കീഴിലുള്ള ഒന്നിനും കൊണ്ടും കർത്താവിന് സാറ്റിസ്ഫൈഡ് See, ആവില്ല. God is always pleased when we understand his love, grace, greatness and give ourselves to him. തൻ്റെ സ്നേഹവും കരുണയും മഹത്വവും ഒക്കെ മനസ്സിലാക്കുന്നതും മാത്രമേ അത് അറിയാൻ തക്കണം കർത്താവ് ആഗ്രഹിക്കും. No, he will be pleased. കർത്താവ് അതിൽ പ്രസാദിക്കുന്നു. You know, when you go to Leviticus offering, നമ്മൾ ലേവ്യ യാഗങ്ങളെ പറ്റി ശ്രദ്ധിക്കുമ്പോൾ there are 5 offerings. നമുക്കറിയാം 5 യാഗങ്ങളാണ് അവിടെ ഉള്ളത്. This is divided into 2. അത് തന്നെ രണ്ടായി അവിടെ തിരിച്ചിരിക്കുന്നു. And there you read and study, you can understand it is divided into 2 by God. അത് നമുക്ക് അവിടെ നിന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് രണ്ടായി ദൈവം തന്നെയാണ് തിരിച്ചിരിക്കുന്നത്. First 3 sacrifice. ആദ്യത്തെ 3 യാഗങ്ങൾ burnt offering, ഹോമയാഗം, meal offering, ഭോജനയാഗം, peace offering. സമാധാനയാഗം. These 3 offering, again and again it is told there, it is a sweet smell offered to God. ഇത് സൗരഭ്യവാസന യാഗങ്ങളായിട്ടാണ് ഈ ആദ്യത്തെ 3 അറിയപ്പെടുന്നത്. The last 2, അവസാനത്തെ 2 sin offering and trespass offering. പാപയാഗവും അപകീർത്തിയാഗവും. Never ever told, not even one time, that it is a sweet smell to God. ഈ 2 യാഗങ്ങൾ ഒരിക്കലും അത് സൗരഭ്യവാസന യാഗങ്ങളായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. Why this difference? എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? The main difference is എൻ്റെ പ്രത്യേകമായ ഡിഫറൻസ് the first 3 offerings are given to God out of, worship or thankfulness or adoration. They give this as a worshipful, when their heart is filled with worship, they bring this first 3 offerings. ആദ്യത്തെ 3 യാഗങ്ങൾ അവർ കൊണ്ടുവരുന്ന അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉളവാകുന്ന നന്ദി സൂചകമായി അല്ലെങ്കിൽ സ്നേഹ സൂചകമായി അല്ലെങ്കിൽ അവരുടെ ആരാധന സൂചകമായി അവർ കൊണ്ടുവരുന്ന യാഗങ്ങളാണ് ആദ്യത്തെ 3. But the last 2 offering, എന്നാൽ പിന്നീടുള്ള 2 യാഗങ്ങൾ എന്ന് if പറയുന്നത് they committed sin, അന്ന് അവർ പാപം ചെയ്തുവെങ്കിൽ, if they have committed trespass, അവർ അകൃത്യം ചെയ്തുവെങ്കിൽ, it is compulsory, otherwise they will be cut off from Israel. അത് ചെയ്യേണ്ടത് അവർക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ അവർ ഇസ്രായേലിൽ നിന്ന് ഛേദിക്കപ്പെടും. That which is compulsory is not sweet smell. അത് കമ്പൽസറി ആയിട്ടുള്ളതൊന്നും അത് സൗരഭ്യവാസനായ യാഗമല്ല എന്ന് നാം കാണും. Yes, when you do something for the Lord, നാം കർത്താവിന് വേണ്ടി എന്തെങ്കിലും for ചെയ്യുമ്പോൾ, example, we give offerings. നമ്മൾ സ്തോത്രകാഴ്ച അർപ്പിക്കുമ്പോൾ, somebody told, you can be a brethren, and if your whole life also, if you don't give, nobody asks and nobody knows. നമുക്കറിയാം ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ബ്രദറുകാരനായിരിക്കാം, ഇത് കൊടുത്തില്ലേ പോലും, കാരണം ഇത് ആരും ചോദിക്കാൻ പോകുന്നില്ല. Nobody knows also. ആരും അത് അറിയാനും പോകുന്നില്ല. No compulsion. ഒരു കമ്പൽഷനും അതിന്റെ പുറകിലില്ല. No tithes. അല്ലെങ്കിൽ യാതൊരു ദശാംശവും കൊടുക്കേണ്ടതായിട്ടില്ല. You know why? എന്താണെന്നറിയാം? Our fathers understood. നമ്മുടെ പിതാക്കന്മാർ ഇത് മനസ്സിലാക്കി. The Lord doesn't want by compulsion. By willingly we give. It is a pleasing to him. നിർബന്ധത്താലല്ല, സ്വന്തം പ്രേരണയാൽ നാം ഇത് കൊടുക്കേണ്ടതാണ്. We give willingly to him. നാം സ്വന്തം പ്രേരണയാൽ തന്നെ നാം അത് കൊടുക്കുന്നു. Be out of our love to the Lord. നമ്മുടെ കർത്താവിനുള്ള സ്നേഹത്താൽ നാം അത് ചെയ്യുന്നു. As a servant of the Lord, I know. ദൈവത്തിന്റെ ദാസൻ എന്ന നിലയ്ക്ക് ഞാൻ അത് മനസ്സിലാക്കുന്നു. More than any other, denomination. മറ്റേത് ഡിനോമിനേഷനേക്കാൾ ഉപരി, it is a brethren people who gives liberally for the Lord and his ministry. ബ്രദറുകാരാണ് ഈ ശുശ്രൂഷകൾക്കായി ഏറ്റവും അധികം ഇപ്രകാരം ചെലവഴിക്കുന്നത്. Nobody knows it. എന്നാൽ ആരും തന്നെ അത് അറിയുന്നില്ല. They don't want to make other people to know also. മറ്റുള്ളവർ അറിയാൻ തക്കണം നമ്മൾ താല്പര്യപ്പെടുന്നുമില്ല. Yes, it is because of love. There are people, true believers, those who love the Lord sincerely. നമുക്കറിയാം നമ്മുടെ ഇടയിൽ തന്നെ അനേകർ കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അനേകരുണ്ട്. Many failures have come to this assembly. നമ്മുടെ ഈ അസംബ്ലികളിൽ പല പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. But there are excellent believers, beautiful believers. എന്നാൽ മനോഹരമായ സഭാവിശ്വാസികൾ നമ്മുടെ മധ്യയുണ്ട്. Yes, still they love the Lord. അവരിപ്പോഴും കർത്താവിനെ അധികമായി സ്നേഹിക്കുന്നു. And they do this because of their love to the Lord. അവർ അപ്രകാരമൊക്കെ ചെയ്യുന്നത് കർത്താവിനുള്ള സ്നേഹത്താൽ ചെയ്യുന്നു. Lord is always pleased when you give him willingly and voluntarily.
കർത്താവ് എപ്പോഴും സ്വന്തം പ്രേരണയാലും യാതൊരു നിർബന്ധത്താലും കൂടാതെ ചെയ്യുമ്പോൾ കർത്താവ് അത് പ്രസാദിക്കുന്നു. You know, one verse coming to my mind in Romans chapter 9. ഒരു വാക്യം എൻ്റെ മനസ്സിൽ കടന്നു വരുന്നു. റോമാലേഖനം 9-ാം അധ്യായം. It speaks to our heart. അത് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു. Romans chapter 9 verses 13 onwards. അതിന്റെ 13-ാം വാക്യം മുതൽ. And it is written, Jacob I have loved, Esau I have hated. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു. Yes. You know, C.H. Spurgeon is known as the Prince of Preachers. നമുക്കറിയാം സ്പർജനെ കുറിച്ച് പ്രസംഗകലയുടെ കുമാരൻ എന്നറിയപ്പെടുന്നവൻ. One day one old sister, ഒരു ദിവസം ഒരു വളരെ വയോധികയായ ഒരു സഹോദരി, she came to Spurgeon. സഹോദരി പ്രകാരം സ്പർജന്റെ അടുക്കലെത്തി. She asked a question. താൻ പ്രകാരം ഒരു ചോദ്യം ചോദിച്ചു. She asked a question. സഹോദരി ഒരു ചോദ്യം ചോദിച്ചു. Spurgeon, I cannot understand why God hated Esau. സഹോദര, എനിക്ക് ഒരിക്കലും മനസ്സിലാകാൻ തക്കണം സാധ്യമല്ല കർത്താവ് എന്തുകൊണ്ട് ഏശാവിനെ ദ്വേഷിച്ചു. You know what was his reply? സ്പർജന്റെ റിപ്ലൈ എന്താണെന്ന് നമുക്കറിയാം. Sister, that is not my problem. സഹോദരി, അത് എൻ്റെ പ്രശ്നമല്ല. My problem is, why did God love Jacob? എൻ്റെ പ്രശ്നം അതെന്തെന്നാൽ കർത്താവ് എന്തിന് യാക്കോബിനെ സ്നേഹിച്ചു. Is Jacob better than Esau? ഈ യാക്കോബ് ഏശാവിനേക്കാൾ നല്ലവനാണോ? No. അല്ല. He is a deceiver. അവൻ ചതിയനാണ്, supplanter, വഞ്ചകനാണ്, അല്ലെങ്കിൽ വഞ്ചകനാണ്, ചതി ചെയ്തവനാണ്. Why did God love Jacob? എന്തുകൊണ്ടാണ് ദൈവം യാക്കോബിനെ സ്നേഹിച്ചത്? Why has he chosen me? എന്തുകൊണ്ടാണ് എന്നെ സ്നേഹിച്ചത്? Out of this millions of people, why has he chosen me? ഈ ലോകത്ത് ഇത്രയും ദശലക്ഷം ആളുകളുള്ളപ്പോൾ എന്തുകൊണ്ട് എന്നെ സ്നേഹിച്ചു? Why has he chosen my parents? എന്തുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെ സ്നേഹിച്ചു? The Lord whom he wanted to show mercy, he will show mercy. കാരണം എനിക്ക് കരുണ കാണിക്കുന്നതിനോട് ഞാൻ കരുണ കാണിക്കും. He had that mercy towards me. ആ കരുണ എന്മേലുണ്ടായിരുന്നു. How much I should be thankful to this Lord. അതുകൊണ്ട് ഞാൻ എത്രത്തോളം ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കണം. We should be so much of thankful to the Lord. നമ്മൾ ദൈവത്തോട് വളരെയധികം നന്ദിയുള്ളവരായിരിക്കും. See, when we go to heaven, നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ, Scripture clearly teaches us how the worship is taking place. അവിടെ കൃത്യമായി പറയുന്നു എങ്ങനെയാണ് ആരാധന നടക്കുന്നതെന്ന്. And we find it in Revelation chapter 4 and 5. വെളിപ്പാട് പുസ്തകം 4-ാം 5-ാം അധ്യായങ്ങളിൽ നാം അത് കാണുന്നു. Yeah, that is the worship in heaven, not on earth. അത് സ്വർഗ്ഗത്തിലെ ആരാധന എങ്ങനെയുള്ളതാണ്, ഭൂമിയിലുള്ളതല്ല, സ്വർഗ്ഗത്തിലെ ആരാധന എങ്ങനെയാണെന്ന്. 2 chapters. 2 അധ്യായങ്ങൾ. When you look at these 2 chapters, ഈ 2 അധ്യായങ്ങൾ നാം നോക്കുമ്പോൾ, look at chapter 4. 4-ാം അധ്യായം നോക്കുക. The Lord is worshipped as creator. അവിടെ ദൈവത്തെ ഈ സൃഷ്ടാവായി അവിടെ ആരാധിക്കുന്നു. Chapter 4 verse 11. അതിന്റെ 4-ാം അധ്യായം 11-ാം വാക്യം. You are worthy, O Lord, to receive glory, honor, power, for you created all things. കർത്താവേ, നീ സർവ്വം സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാലുണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. He is worshipped as creator. അവിടെ ദൈവത്തെ ഒരു ക്രിയേറ്റർ ആയിട്ടാണ് അവിടെ വർഷിക്കുന്നത്. And we know in Colossians, നമുക്കറിയാം കൊലോസ്യ ലേഖനത്തിൽ, everything is created by him and everything is created for him. സകലം അവൻ മുഖാന്തരം സകലം അവനായി വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. So we are bound to worship because he is our creator. നാം അവനെ ആരാധിക്കണം എന്തെന്നാൽ അവൻ നമ്മുടെ സൃഷ്ടാവാണ്. But when you come to chapter 5, എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, it is written there, you are worthy to receive praises because you were slain and you have redeemed us to God. അവിടെ പറയുന്നു, നീ അറുക്കപ്പെട്ടു, നീ നിന്റെ രക്തത്താൽ ജാതികളും ഭാഷകളിൽ നിന്നും വാങ്ങിയതുകൊണ്ട് നീ ആരാധനയ്ക്ക് യോഗ്യൻ. We read in verses 9. 9-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. There he is worshipped as a redeemer. അവിടെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിലാണ് അവിടെ ആരാധന. What is the meaning of redemption? അതെന്താണ് വീണ്ടെടുപ്പ് എന്ന വാക്കിന്റെ അർത്ഥം? See, something that belonged to me, ഒരിക്കൽ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്റെ ആയിരുന്നത്, and I lost it. ഞാൻ അത് എനിക്ക് നഷ്ടപ്പെട്ടു. It became another person's property. അത് മറ്റൊരാളുടെ വസ്തുവായി. In order to get it back, അത് തിരിച്ചെടുക്കേണ്ടതിനായി I pay a price and buy it back, and that is known as redemption. അത് വില കൊടുത്ത് തിരിച്ചു വാങ്ങിക്കുന്നതിനെയാണ് റിഡംഷൻ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. I heard a story like this. ഞാനൊരു കഥ ഇപ്രകാരം കേൾക്കുന്നു. There was a boy. ഒരു ചെറിയ ബാലകൻ ഉണ്ടായിരുന്നു. He made a boat out of his hand, on a wooden piece. തന്റെ കരങ്ങളാൽ അവൻ ഒരു വുഡൻ ബോട്ട് ഉണ്ടാക്കി. And he loved that boat very much because he only made it by his hand. തന്റെ കരങ്ങളാൽ അത് നിർമ്മിച്ചതുകൊണ്ട് താൻ അതിനെ വളരെയധികം സ്നേഹിച്ചു. One day he took that boat to a lake.
ഒരു ദിവസം താൻ ഈ ബോട്ട് എടുത്ത് കായലിലേക്ക് പോയി. And he was playing with his boat. അത് വെച്ച് താൻ കളിക്കുകയായിരുന്നു. But it went away from him. എന്നാൽ അത് തന്നിൽ നിന്ന് അത് അകതങ്ങത്ത് പോയി. It went into the deep waters. അത് വെള്ളത്തിലടിയിലേക്ക് പോയി. No, deep sorry, far away from him. And he stood there and cried, my boat, my boat. അവിടെ നിന്ന് അവൻ കരയുകയുണ്ടായി, എൻ്റെ വള്ളം. But he lost it. പക്ഷേ എന്നാൽ അവൻ അത് നഷ്ടപ്പെട്ടു. One day, as he was walking through the street, അവനൊരു ദിവസം ആ സ്ട്രീറ്റിൽ കൂടി നടന്നു പോകുമ്പോൾ he saw his boat inside a shop kept for sale. തന്റെ ആ ബോട്ട് ഒരു ഷോപ്പിനുള്ളിൽ അത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന. He ran to the shop owner and told, this is my boat. താൻ കടയ്ക്കുള്ളിലേക്ക് ഓടി പ്രകാരം പറഞ്ഞു, ഇത് എൻ്റെ ബോട്ടാണ്. Maybe your boat, but I have paid so much money, bring it, that I will give you back. നിന്റെ ബോട്ടായിരിക്കാം, പക്ഷേ ഇത് എടുക്കാൻ വേണ്ടി ഞാൻ വളരെയധികം പണം ചെലവാക്കി. And he told, I don't have money. അപ്പം ബാലൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമില്ല. Again he cried and went away. താൻ കരഞ്ഞുകൊണ്ട് നടന്നുപോയി. This story goes like this. കഥ എങ്ങനെ പോകുന്നു? He made this money somewhere or other and came back. താൻ വളരെയധികം ധനം സമ്പാദിച്ച് തിരികെ എത്തി. And he came back and gave this money and bought that boat back. സമ്പാദിച്ചതൊക്കെ അവിടെ കൊടുത്ത് ആ ബോട്ട് അവിടെ നിന്ന് വീണ്ടെടുത്തു. And he kept that boat on his chest. ആ ബോട്ട് എടുത്ത് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. He caught hold of it by two hands. തൻ്റെ കരങ്ങളാൽ അത് ചേർത്തണച്ചു. He started to speak to this boat. ആ ബോട്ടിനോട് ഇപ്രകാരം പറയാൻ തുടങ്ങി. Oh boat, ഓ ബോട്ട്, you are twice, you are mine. You are twice, now you are twice mine. ഇപ്പോൾ നിങ്ങൾ 2 പ്രാവശ്യം ഈ ബോട്ട് നീ എൻ്റേതാണ്. I made you, I bought you. ഞാൻ നിന്നെ ഉണ്ടാക്കി, ഞാൻ നിന്നെ വാങ്ങിച്ചു. This is what in chapter 4 and 5. ഇതാണ് നാം 4-5 അധ്യായങ്ങൾ വായിക്കുന്നത്. I am made or I am created by God. ഞാൻ ദൈവത്താൽ നിർമ്മിതമായി സൃഷ്ടിക്കപ്പെട്ടു. And I am lost. I was lost. ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നു. He paid a price and brought me back. എന്നാൽ അവൻ വില കൊടുത്ത് എന്നെ തിരികെ വാങ്ങി. I belong to him. ഞാൻ അതുകൊണ്ട് കർത്താവിനുള്ളതാണ്. Knowing that he is my, redeemer and creator, I need to give myself to him. എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ സൃഷ്ടാവുമായുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അവന് കൊടുക്കണം. Out of gratitude we need to give. നമ്മുടെ നന്ദി സൂചകമായി നാം നമ്മളെ തന്നെ അവന് കൊടുക്കേണ്ടതാണ്. Because he is my creator and redeemer, I need to give myself. എന്തെന്നാൽ അവൻ എൻ്റെ സൃഷ്ടാവും എൻ്റെ വീണ്ടെടുപ്പുകാരനുമാണ്. I need to give myself because he has shown a special love to me, just like he had mercy to Jacob. യാക്കോബിനെ പ്രകാരം കരുണ കാണിച്ച പോലെ അവൻ എന്നോട് കരുണ കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്നേഹം അപ്രകാരം അവന് കൊടുക്കേണ്ടതാണ്. But now comes the question. എന്നാൽ ഇവിടെ ചോദ്യം വരികയാണ്. Many of us have sincerely prayed before God, God, I give myself to you, you take and use me. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ ഞാൻ എന്നെ തന്നെ തിരുക്കരങ്ങളിൽ തരുന്നു, എന്നെ എടുത്ത് ഉപയോഗിച്ചാലും. The Lord will tell us back, I cannot use you. എന്നാൽ കർത്താവ് അഭിപ്രായം പറയുന്നത്, എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ സാധ്യമല്ല. Even if you are sincere, the Lord will not use you. നിങ്ങൾ എത്ര ആത്മാർത്ഥമുള്ളവനാണെങ്കിലും പലപ്പോഴും ചിലപ്പോൾ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുകയില്ല. You know why? ചിലപ്പോഴല്ല, he will not use. ഒരിക്കലും യൂസ് ചെയ്യില്ല. എന്താണെന്നറിയാം? Do you know why? There is a reason how to present yourself to God. കാരണം നമ്മൾ നമ്മളെ തന്നെ കർത്താവിന് മുമ്പിൽ എപ്രകാരം നിർത്തേണ്ടതാണെന്ന്. Now for the rest of that time I will take that passage. തുടർന്നുള്ള സമയങ്ങൾ അവിടെ നിന്ന് എടുക്കണം. This is a big secret. ഇതൊരു സീക്രട്ടാണ്. And hardly it is preached on the pulpits among us now. നമ്മുടെ ഇടയിൽ ഇത് വളരെയധികം തുച്ഛമായി മാത്രമേ ഇത് അല്ലെങ്കിൽ പറയാറേ തന്നെയില്ല. I haven't heard even one message. ഒരിക്കൽ പോലും ഈ മെസ്സേജ് ഞാൻ മറ്റെവിടെയും കേട്ടിട്ടില്ല. How to dedicate ourselves to God. നമ്മൾ എപ്രകാരം നമുക്ക് കർത്താവിനായി വേർതിരിക്കണം. I will read that passage and we will meditate on it. ആ ഭാഗം വായിച്ച് നമുക്ക് അതിൽ നിന്ന് ധ്യാനിക്കാം. Go to Romans chapter 6. നമുക്ക് റോമലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു പോകാം. Verses 13. അതിന്റെ 13-ാം വാക്യം. You please listen that passage, it is very important. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള I know you are listening, but because of its importance I am telling. എനിക്കറിയാം നിങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നാലും അതിന്റെ ഇമ്പോർട്ടൻസ് കാരണമാണ് പറയുന്നത്. Look at verse 13. അതിന്റെ 13-ാം വാക്യം ശ്രദ്ധിക്കുക. And do not present your members as instruments of unrighteousness to sin, but present yourself to God as being alive from dead, and your members as instruments of righteousness to God. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. How to present?
എങ്ങനെയാണ് നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നത്? From this verse, can you tell me how to present? ഈ വാക്യത്തിൽ നിങ്ങൾക്ക് പറയാൻ തക്കണം സാധിക്കും എങ്ങനെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടത്? It gives the full picture of lordship. കർത്തൃത്വത്തിന്റെ പൂർണ്ണമായ ഒരു പിക്ചറാണ് നാം അവിടെ കാണുന്നത്. No, I am not going to put you in trouble. നിങ്ങളെ ഒരു പ്രയാസത്തിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I can tell you, among brethren people, after reading this question I asked, almost none has answered properly. ഞാനിത് ചോദിക്കുമ്പോൾ ഒരിക്കൽ പോലും ആരും ശരിയായ ഉത്തരം ഇതിന് തന്നിട്ടില്ല. You know how to present. എങ്ങനെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്? You know, there is a secret here. അവിടെ ഒരു ചെറിയ സീക്രട്ട് ഉണ്ട്. Present yourself, നിങ്ങളെ തന്നെ സമർപ്പിക്കുക. After being dead and alive, you should die yourself first, then you should present. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചു. Have you noted that? നിങ്ങളത് ശ്രദ്ധിച്ചു? You need to die to your plans and your purposes, your ambitions, everything. Yes. നിങ്ങളുടെ പ്ലാനും പദ്ധതിയും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ അവിടെ മരിപ്പിക്കണം. You should die, then you should give your life. നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളുടെ ജീവനെ അവന് വേണ്ടി അർപ്പിക്കണം. Then he will decide what to do with your life. അങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങളുടെ ജീവിതം വെച്ച് അവൻ എന്ത് ചെയ്യണം? Otherwise you will be like Peter, Lord, it should not happen. Lord, you should not die. It will be a dictation of Peter, like Peter's dictation. അല്ലെങ്കിൽ അത് പത്രോസ് പറയുന്ന കർത്തൃത്വം പോലെ ആയിപ്പോവും. കർത്താവേ എന്ന് വിളിച്ചിട്ട് കർത്താവേ നീ ഇത് ചെയ്യരുത്, നീ മരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പോലെ ആയിപ്പോവും. When Old Testament types are a favorite study of mine. പഴയ നിയമ ദൃഷ്ടാന്തങ്ങൾ എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പഠന വിഷയമാണ്. I can take full classes on book of Leviticus. ലേവ്യ പുസ്തകത്തെ കുറിച്ച് പൂർണ്ണമായ ഒരു പഠനം തന്നെ എനിക്ക് ചെയ്യാൻ തക്കാൻ സാധിക്കും. And it took 2.5 years for me to study that book. 2.5 years. ഏകദേശം 2.5 വർഷം എടുത്തു എനിക്ക് ആ പുസ്തകം പഠിക്കാൻ. It is such a mine. It is actually a mine in scripture. നമുക്കറിയാം വളരെ ആഴത്തിൽ അർത്ഥങ്ങളുള്ള ഒരു വേദഭാഗങ്ങളാണത്. You know, this truth about Romans 6:13 I found in the Old Testament. ഈ 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്ന ഇതേ കാര്യം പഴയ നിയമത്തിലും ഞാൻ കണ്ടു. I am going to take it. ഞാനത് എടുക്കാം. You know, there are 2 types for sin in the scriptures in the Old Testament. 2 തരത്തിലുള്ള പാപങ്ങളാണ് പഴയ നിയമത്തിൽ. There are 2 types. 2 ദൃഷ്ടാന്തങ്ങളുണ്ട്. 2 ദൃഷ്ടാന്തങ്ങളുണ്ട്. You know what are they? എന്തൊക്കെയാണെന്ന് അറിയാമോ? One is leprosy. ഒന്നെന്ന് പറയുന്നത് കുഷ്ഠം. Another is leaven. രണ്ടാമെന്ന് പറയുന്നത് പുളിപ്പ്. You know, why did God give chapters and chapters in book of Leviticus about this leprosy? എന്തുകൊണ്ടാണ് ഈ ലേവ്യ പുസ്തകത്തിൽ ഈ കുഷ്ഠത്തെ കുറിച്ചൊക്കെ പറയുന്നത്? How many chapters? എത്ര ചാപ്റ്റർ ആണെന്ന് അറിയോ? You know, when I was a boy, when I used to read, I thought, why all this waste in the Bible? All leprosy like this. ഞാൻ വലുതായപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ കുഷ്ഠത്തെ കുറിച്ച് ഇത്രയധികം ചാപ്റ്ററുകൾ? But as I grew in my Christian life, എന്നാൽ ഞാൻ ക്രിസ്ത്യതയിൽ വളർന്നു വന്നപ്പോൾ I understood it is a type of sin. എന്നാൽ ഞാൻ മനസ്സിലാക്കി അത് ഒരു തരം പാപമാണ്. No, it is ദൃഷ്ടാന്തമാണ്. Then it became so meaningful. അത് മനസ്സിലാക്കിയപ്പോൾ എനിക്കത് വളരെ അർത്ഥവത്തായി തോന്നി. Oh, you keep that in mind and just read, then you will know the beauty of that scripture. നിങ്ങൾ അത് മനസ്സിൽ വെച്ച് നിങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ മനോഹാരിത്വം നിങ്ങൾക്ക് മനസ്സിലാകും. The same thing with the leaven. അത് സെയിം കാര്യം തന്നെയാണ് പുളിപ്പിനെ കുറിച്ചും പറയുന്നത്. I have taken a series of study on this leaven. ഈ പുളിപ്പിനെ കുറിച്ച് മാത്രം ഞാൻ ഒരു സീരീസ് ഓഫ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. You know, leaven, you look at the leaven and you look at leprosy. ഈ പുളിപ്പും അല്ലെങ്കിൽ ഈ കുഷ്ഠവും നമ്മൾ എടുത്തു നോക്കുക. Both will work slowly. അത് വളരെ പതുക്കെയാണ് അത്. This leprosy will destroy the body. ഈ കുഷ്ഠം നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നു. And the leaven will destroy the dough. എന്നാൽ ഈ പുളിപ്പ് ആ മാവിനെ നശിപ്പിക്കുന്നു. This is the type of sin. ഇതാണ് ഇപ്രകാരമാണ് ഈ ദൃഷ്ടാന്തം പാപം. സോറി. And there is no pain for leprosy. നമുക്കറിയാം ഈ ലെപ്രസിക്ക് അല്ലെങ്കിൽ ഈ കുഷ്ഠത്തിന് വേദനയില്ല. God's wisdom showing us how sin works in the life of a person. എങ്ങനെയാണ് പാപം ഒരുവന്റെ ജീവിതത്തിൽ അഫക്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്ന ദൈവത്തിന്റെ നല്ലൊരു ദൃഷ്ടാന്തമാണ്. I will show you one wonderful thing. അതിനകത്ത് നിന്ന് വളരെ മനോഹരമായ ഒരു കാര്യം ഞാൻ കാണിച്ചു. You know, the Lord has to remove leaven from 3 places. അവിടെ 3 സ്ഥലങ്ങളിൽ നിന്ന് മാറ്റണമെന്ന് അവിടെ പറയുന്നു. Leaven should be removed. ഈ പുളിപ്പ് 3 സ്ഥലങ്ങളിൽ നിന്ന് മാറ്റണം. The same thing, leprosy should not be found in 3 places. അതുപോലെ തന്നെ കുഷ്ഠം 3 സ്ഥലങ്ങളിൽ കാണരുത്. Turn with me to Exodus.
പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരാം. Just to give you an idea of this type in the Old Testament. ഈ ദൃഷ്ടാന്തത്തെ കുറിച്ച് ഒരു ഐഡിയ ലഭിക്കേണ്ടതിനായിട്ടാണ്. And look at chapter 13 of Exodus. You know, after Passover, Jewish people had the festival of unleavened bread. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. Yes. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അവരുടെ ഇതിനു ശേഷം അവർക്ക് ഉണ്ട്. Passover is on 14th night. നമുക്കറിയാം പെസഹ 14-ാം ദിവസമാണ്, രാത്രിയാണ്. And 15th is unleavened bread. അതിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസം. This both will go together. ഇതെപ്പോഴും ഒരുമിച്ചാണ് പോകുന്നത്. And imagine, we read in Corinthians, our Passover lamb is slain. നമ്മുടെ പെസഹ കുഞ്ഞാടോ അറുക്കപ്പെട്ടിരിക്കുന്ന കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നു. യേശു ക്രിസ്തു അത്രേ എന്ന് വായിക്കുന്നു. Therefore let us have the festival of unleavened bread. അതുകൊണ്ട് നമുക്ക് ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, those who have come to the Lord, they should have a clean life, because we should have a festival of unleavened bread. കർത്താവിലായവർ വളരെ വിശുദ്ധിയുള്ള ജീവിതം നയിക്കണം. എന്നാൽ അവൻ പുളിപ്പില്ലാത്ത അപ്പം. That is on 14th day and 15th day. അത് കാരണം അത് 14 15 ദിവസങ്ങളായി ചേർന്ന് ഒരുമിച്ചായിരിക്കും. The Lord in his wisdom has kept it like that. കർത്താവ് തന്റെ അറിവിൽ, മുൻകാല അറിവിൽ താൻ അത് പ്രകാരം ചെയ്തു. Look at chapter 13 of Exodus. 13-ാം അധ്യായം നമ്മൾ നോക്കാം. And verses 7. അതിന്റെ 7-ാം വാക്യം. Unleavened bread shall be eaten 7 days. No leavened bread shall be seen among you. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം, നിന്റെ പക്കൽ പുളിപ്പുള്ള അപ്പം കാണരുത്. Yeah, that is your personal life. അതാണ് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം. No leaven with you. ഒരു പുളിപ്പ് നിങ്ങളുടെ ഇടയിൽ കാണരുത്. Now turn with me to, let us keep one finger here. ഒരു വിരൽ വെച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് തിരിക്കാം. Leviticus chapter 13. ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് പോകാം. And verses 2. അതിന്റെ 2-ാം വാക്യം. Leviticus 13:2. അതിന്റെ 2-ാം വാക്യം പ്രകാരം the Lord is teaching about leprosy that comes on the body. ശരീരത്തിൽ വരുന്ന കുഷ്ഠത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. And verses 2, that is personal life. അതും വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. No leaven with you. നിങ്ങളുടെ ഇടയിൽ പുളിപ്പുണ്ടാകരുത്. No, with you. അല്ലെങ്കിൽ നിന്നിൽ ഉണ്ടാവരുത്. And no leprosy should be on you. നിങ്ങളുടെ മേൽ യാതൊരു വിധമായ കുഷ്ഠവും ഉണ്ടാകരുത്. Now turn again to Exodus chapter 12. നമുക്ക് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് പോകാം. Verses 15. അതിന്റെ 15-ാം വാക്യം. 7 days you shall eat unleavened bread. On the first day you shall remove leaven from your houses. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. No sin in your family life. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരു പാപവും പാടില്ല. Same thing again you find in Leviticus 14. ഇത് തന്നെ ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ നാം കാണുന്നു. God speaks about leprosy. കുഷ്ഠത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. And 35. അതിന്റെ 35-ാം വാക്യം. There it is written. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. And no leaven in the houses. Sorry, no leprosy in the houses. വീടുകളിൽ യാതൊരു വിധമായ കുഷ്ഠവും പാടില്ല. Yeah, we don't have time to look into it, how leprosy comes on the houses. കുഷ്ഠം എങ്ങനെയാണ് വീടുകളിൽ വരുന്നതെന്ന് അത് നോക്കാൻ തക്കണ സമയം അനുവദിക്കുന്നില്ല. Anyhow, let us look at the third. 3-ാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. Exodus 13. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം. Second part. അതിന്റെ 2-ാം ഭാഗം. And last part, that is, no leaven should be found in your quarters. നിന്റെ അതിർത്തിക്കകത്തൊക്കെയും പുളിച്ചമാവും കാണരുത്. That is your places where you are involved, your job, etc. നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങൾ എവിടെയൊക്കെയാണോ അവിടെ ഒന്നും ഈ പുളിച്ച മാവ് കാണരുത്. Leviticus chapter 13. ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരാം. And verses 48. അതിന്റെ 48-ാം വാക്യം. There no leprosy on the garments. നിങ്ങളുടെ വസ്ത്രത്തിലോ ചണത്തിലോ ഒന്നിലും മേലും ഈ കുഷ്ഠം പാടില്ല. That is a testimony. അതാണ് അവിടുത്തെ സാക്ഷ്യം. See, 3 places God mentioned about the leaven. 3 സ്ഥലം പുളിപ്പ് ഇല്ലാതിരിക്കാൻ തക്കണം ആവശ്യപ്പെടുന്നു. Not with you, that is personal life. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ. Not in your house, that is family life. നിന്റെ ഫാമിലി ലൈഫിൽ ഇത് പാടില്ല. And not in your quarters, that is a place where you are involved. നിന്റെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ ഒന്നിലും ഇത് പാടില്ല. Same thing with leprosy. ഇത് തന്നെയാണ് കുഷ്ഠത്തെക്കുറിച്ചും പറയുന്നത്. Should not be on your body. നിന്റെ ശരീരത്തിൽ ഇത് പാടില്ല. No leprosy on the houses. നിന്റെ ഭവനത്തിൽ ഇത് പാടില്ല. And no leprosy on the garment, that is a testimony. നിന്റെ സാക്ഷ്യത്തിന്മേലും ഇത് പാടില്ല. Now God was serious. If anyone eat, I don't want to take the verses. If anyone eat leaven, cut him off.
നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും പുളിപ്പ് ഭക്ഷിക്കുന്നെങ്കിൽ അവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയുമെന്നാണ് കർത്താവ് പറയുന്നത്. You know, in the Jewish history, നമുക്കറിയാം യഹൂദ പാരമ്പര്യം അനുസരിച്ച് when the Passover comes, ആ പെസഹ ദിവസം അടുക്കുമ്പോൾ I read like this. ഞാൻ ഇപ്രകാരം വായിക്കുകയുണ്ടായി. Even the sisters, they remove the olden vessels because they don't want to have any trace of, leaven. അത് പഴയ പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് മാറും, കാരണം അതിന്റെ ഒരു പുളിപ്പിന്റെ ഒരു അംശം പോലും അതിൽ കാണാതിരിക്കാൻ And വേണ്ടി. the father should search every corner of the house whether there is any leaven. ആ വീട്ടുടവൻ ആ ഭവനത്തിലൊക്കെയും സെർച്ച് ചെയ്യും, ഇത് എവിടെയെങ്കിലും പുളിപ്പിന്റെ അംശം ഉണ്ടോ. And God was so serious. No leaven should be there. ആ കർത്താവ് വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഭവനത്തിൽ പുളിപ്പ് പാടില്ല. Now we are coming to the truth we were meditating. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന അതേ ഭാഗത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. Now come to Leviticus 23. നമുക്ക് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. Let me condense and say. ഞാനിത് ചുരുക്കി ഇപ്രകാരം പറയട്ടെ. It is the day of Pentecost. നമുക്കറിയാം അത് കൂടാര പെരുന്നാളിന്റെ ദിവസമാണ്. പെന്തക്കോസ്ത് ദിവസം. That is a birthday of the church. നമുക്കറിയാം സഭയുടെ ബർത്ത്ഡേ ആണത്. It is on the Pentecost only Holy Spirit came down. ആ ദിവസമാണ് ഹോളി സ്പിരിറ്റ് ഭൂമിയിലേക്ക് വരുന്നത്. From here chapter 23 itself, you should bring that first sheaf. നമുക്കറിയാം ആദ്യ ഫലം അല്ല ആദ്യ കറ്റ അവിടെ കൊണ്ടുവരണം. After that, അതിനുശേഷം it is written you should count 7 Sabbath. അതിനുശേഷം അവിടെ നിന്ന് 7 ശബത്തുകൾ എണ്ണണം. So 7 into 7 how many? 7 ഗുണം 7 49. Then the next day, അതിന്റെ പിറ്റേ ദിവസം is a Pentecost. പെന്തക്കോസ്ത് ദിവസം. Pentecost means 50th day. പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ അർത്ഥം 50-ാം നാളെന്നാണ്. The Lord risen from the grave. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് He was here 40 days. താൻ 40 ദിവസം ഭൂമിയിലായിരുന്നു. 10 more days. അതിനുശേഷം 10 ദിവസങ്ങൾക്ക് ശേഷം 50th day came. 50-ാമത്തെ നാൾ വന്നു. Then the Holy Spirit came. അന്നാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുന്നത്. Exactly how it was told here. ഇത് ഇവിടെ പറയുന്ന പ്രകാരം തന്നെയാണ് അത് സംഭവിച്ചത്. But what should do on the day of Pentecost? എന്താണ് പെന്തക്കോസ്ത് നാൾ ചെയ്യേണ്ടത്? It teaches about the church. അത് സഭയെക്കുറിച്ച് പറയുന്നു. Look at chapter 23 and verses 1 verse only read 17. അതിന്റെ 23-ാം അധ്യായം 17-ാം വാക്യം ഒരു വാക്യം മാത്രം വായിക്കാം. And they should bring 2 loaves. അവിടെ 2 ഇടങ്ങഴി മാവ് കൊണ്ടുവരണം. രണ്ടപ്പം നിങ്ങൾ കൊണ്ടുവരണം. And why 2 loaves? എന്തുകൊണ്ടാണ് എന്തിനാണ് ഈ രണ്ടപ്പം? On the day of Pentecost these 2 loaves should be presented to God. അത് പെന്തക്കോസ്ത് ദിവസം കടന്നു വരുമ്പോൾ ഈ രണ്ടപ്പം എടുത്ത് ദിവസത്തിലേക്ക് കൊണ്ടുവരണം. You know why? എന്താണെന്നറിയോ? Jews and Gentiles. യഹൂദനും അല്ലെങ്കിൽ ജാതികളും. Jews and Gentiles. The 2 bread shows Jews and Gentiles. ഈ രണ്ടപ്പങ്ങൾ കാണിക്കുന്നത് യഹൂദനെയും ജാതികളെയുമാണ്. And by the baptism of the Holy Spirit they were fused into one, a new body, that is the church. പരിശുദ്ധാത്മ സ്നാനത്താൽ അവർ രണ്ടും ഒന്നായി ചേർന്ന് സഭ എന്ന് രൂപീകരിക്കപ്പെട്ടു. But let us read that verse. നമുക്ക് ആ വാക്യം വായിക്കാം. Look at verse 17. അതിന്റെ 17-ാം വാക്യം വായിക്കാം. You shall bring from your dwelling 2 wave loaf, 2/10 of an ephah. They shall be of fine flour, they shall be baked with leaven. They are the first fruit to the Lord. നീരാജനത്തിന് 2 ഇടങ്ങഴി മാവ് കൊണ്ട് രണ്ടപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതുമായിരിക്കണം. So far God was telling no leaven. ഇവിടെ ഇത്രയും നാൾ നാം കേട്ടത് പുളിപ്പ് പാടില്ല എന്നാണ്. No leaven. പുളിപ്പ് പാടില്ല. Anybody eat leaven, cut him. ആരെങ്കിലും പുളിപ്പ് ഭക്ഷിച്ചെങ്കിൽ അവനെ ഛേദിച്ചു കളയുക. Now on the day of Pentecost, എന്നാൽ പെന്തക്കോസ്ത് നാളിൽ God is telling bring these 2 bread with the leaven. അവിടെ പറയാണ് ഈ പുളിപ്പുള്ള ഈ അപ്പം കൊണ്ട് നിങ്ങൾ വരിക. Let me ask you sisters one question. നിങ്ങൾ സഹോദരിമാരോട് ഒരു ചോദ്യം ചോദിക്കുക. We make appam. നമുക്കറിയാം നാം അപ്പം ഉണ്ടാക്കാറുണ്ട്. And in the appam we put leaven. That is നമുക്കറിയാം നമ്മൾ ഈസ്റ്റ് ഇടാറുണ്ട്. It is to puff up. നമുക്കറിയാം അത് അങ്ങനെ മാവ് പൊങ്ങുന്നതിനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. And in the night time we went to the kitchen. നമ്മൾ രാത്രിയിൽ കിച്ചണിലൊക്കെ പോയി. And you have seen this dough puffed up and it is overflowing through the vessel. അത് മാവ് പൊങ്ങി അത് ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്നത് നാം കാണാം. So you wanted to stop it. How can you stop it? അത് നിർത്തണം. എങ്ങനെ അത് നിർത്താൻ തക്കണം സാധിക്കും? ഉപ്പിടും. അമ്മച്ചി ഉണ്ട് ഇവിടെ. എങ്ങനെ how to stop it? എങ്ങനെയാണ് അത് നിർത്തുക? Everybody will say ഉപ്പിടണം, മധുരം ഇടണം ഒക്കെ പറയും. എല്ലാവരും ഉപ്പിടണം, മധുരം ഇടണം എന്നൊക്കെ എങ്ങനെ പറയും? ഫ്രിഡ്ജ് വെക്കണം. അന്ന് ഫ്രിഡ്ജ് ഒന്നുമില്ല. അവിടെ those days there were no fridge. Somebody is telling me ഇളക്കാൻ പറയും. someone saying just to you need to turn
I will tell you. I will tell you how to stop it. ഞാൻ പറയാം എങ്ങനെ ചെയ്യണം. There is only one way you can stop it. ഒരു രീതിയിൽ മാത്രമേ അത് നിർത്താൻ സാധ്യമുള്ളൂ. You should bake it. അതിനെ ബേക്ക് ചെയ്യണം. Stop. അപ്പോൾ അത് നിൽക്കും. There is bread here. ഇവിടെ ബ്രെഡ് ഉണ്ട്. There is leaven inside. ഇതിൽ പുളിപ്പുണ്ട്. Why it is not getting leavened? ഇത് എന്തുകൊണ്ടാണ് ഇത് പിന്നെയും പുളിച്ചുകൊണ്ടിരിക്കാത്തത്? It is baked. കാരണം അത് ബേക്ക് ചെയ്തതിനാണ്. When you bake that bread, what happens to that leaven? അത് ബേക്ക് ചെയ്യുമ്പോൾ ആ പുളിപ്പിന് അത് എന്ത് സംഭവിക്കും? The leaven is a living mold, a living thing. നമുക്കറിയാം ആ പുളിപ്പ് എന്ന് പറയുന്നത് ഒരു ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ജീവനുള്ള വസ്തുവാണ്. When you bake it in the oven, it will die. അത് ഓവനിൽ വെച്ച് അത് ബേക്ക് ചെയ്യുമ്പോൾ അത് ചാകുന്നു. Look at the wisdom of God. ദൈവത്തിന്റെ ജ്ഞാനം നോക്കുക. On the day of Pentecost, ഈ പെന്തക്കോസ്ത് നാളിൽ you should bake with leaven, then you should present. അത് നിങ്ങൾ അത് ബേക്ക് ചെയ്യണം, എന്നിട്ടാണ് അത് പ്രസന്റ് ചെയ്യേണ്ടത്. You know, this is what Romans 6:13. അത് തന്നെയാണ് നമ്മൾ റോമാലേഖന 6-ാധ്യായത്തിൽ വായിച്ചത്. You die first, then you present. നിങ്ങളെ തന്നെ മരിപ്പിച്ചിട്ട് വേണം അവന്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ. Many of us pray, Lord, take me and use. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, എന്നെ എടുത്ത് ഉപയോഗിക്കാന്ന്. You know, if leaven is there, God cannot use it. നിങ്ങളുടെ ഉള്ളിൽ പുളിപ്പുണ്ടെങ്കിൽ ദൈവത്തിന് ഒരിക്കലും ഉപയോഗിക്കാൻ സാധ്യമല്ല. That is the reason Romans 6:13 says, you should die first, then you should present. അതുകൊണ്ടാണ് റോമാലേഖന 6-13 പറയുന്നത്, നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളെ തന്നെ ജീവനായിട്ട് സമർപ്പിക്കുക. It is the same thing taught in the Old Testament about the church. ഇത് തന്നെയാണ് സഭയെക്കുറിച്ച് പഴയ നിയമത്തിൽ നാം വായിച്ചത്. Yeah, you know, there is leaven in me, but it is not getting popped up because I am dead to my sin. എൻ്റെ ഉള്ളിൽ ഈ പുളിപ്പുണ്ട്, എന്നാൽ അത് വളർത്താൻ തക്കണം ഞാൻ സാധ്യമല്ല. Yeah, that is a story of every believer. ഇതാണ് എല്ലാ വിശ്വാസിയുടെയും ജീവിതം. But if we don't give like that, God will not use us. അങ്ങനെ നിങ്ങൾ ജീവിക്കുന്നില്ല എങ്കിൽ ദൈവം ഒരിക്കലും നിങ്ങളെ ഉപയോഗിക്കുകയില്ല. You know the life of Abraham. നമുക്കറിയാം അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. Abraham he came to Canaan at the age of 75. കനാനിലേക്ക് താൻ 75 വയസ്സ് പ്രായമുള്ളവനായിട്ടാണ് വരുന്നത്. I'll take 5 minutes more. ഞാൻ ഒരു 5 മിനിറ്റ് കൂടി എടുക്കും. I'll try to close it. ഞാൻ എന്നിട്ട് നിർത്താം. You know, Abraham came to Canaan at the age of 75. കനാനിലേക്ക് അബ്രഹാം 75 വയസ്സിലാണ് വരുന്നത്. He didn't have children. തനിക്ക് അപ്പോൾ മക്കളുണ്ടായിരുന്നില്ല. Then the new idea brought at the age of 85. ഒരു പുതിയ ഐഡിയ 85 വയസ്സിൽ ഉണ്ടായി. Ishmael was born. ഇസ്മായിൽ ഉണ്ടായി. God didn't give children. ദൈവം അവന് മക്കളെ നൽകിയില്ല. Then he had to wait another 15 years. അതിനുശേഷം 15 വർഷത്തോളം പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. He became 100 years old. 100 വയസ്സുള്ളവനായി തീർന്നു. Then only God gave a child. അപ്പോഴാണ് മാത്രമാണ് ദൈവം അവനൊരു മകനെ നൽകിയത്. Why did God wait? എന്താണ് ദൈവം വെയിറ്റ് ചെയ്തത്? You read it in Romans chapter 4 verse 19. അത് നിങ്ങൾ റോമാലേഖനം 4-19 നമ്മൾ, you know, his body became as if it is dead. തൻ മരിച്ച പോലെ അവന്റെ ശരീരമായി തീർന്നു. And Sarah's womb became dead. സാറയുടെ ഉദരവും അതുപോലെ മരിച്ചതായി തീർന്നു. ഗർഭപാത്രം, സാറയുടെ ഗർഭപാത്രം that also was dead. അതും മരിച്ചതായി തീർന്നു. No more children can be born. ഇനി ഒരിക്കലും കുട്ടികൾ ഉണ്ടാകാൻ സാധ്യമല്ല. Death came. മരണം അവിടെ വന്നു. Then God gave the child. അപ്പോഴാണ് ദൈവം അവിടെ ഒരു മകനെ നൽകുന്നത്. He waited till 100 to get 100-year-old to get him dead. 100 വയസ്സുള്ളവനായി മരണം അവന് മരണ തുല്യമായി തീർന്നപ്പോൾ മാത്രമാണ്. മോശയെക്കുറിച്ച് ചിന്തിക്കാം. Lived 120 years. നമുക്കറിയാം 120 വർഷത്തോളം ജീവിച്ചു. 40 years. 40 വർഷം he was in the palace. കൊട്ടാരത്തിലായിരുന്നു. He was strong man. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു he wanted to do something for God. ദൈവത്തിന് വേണ്ടി വളരെ ചെയ്യാൻ തക്കണ ആഗ്രഹമായിരുന്നു. With one blow he killed an Egyptian. ഒറ്റ അടി കൊണ്ട് ഒരു മിസ്രൈമിനെ കൊല്ലാൻ തക്കണം. He was trying to be fruitful for the Lord. ദൈവത്തിന് വേണ്ടി ഫലവത്താവാൻ തക്കണം അവൻ ആഗ്രഹിച്ചു. Then he had to run away for another 40 years. അതിനുശേഷം അവൻ അടുത്ത 40 വർഷം അവൻ ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. He was in the wilderness. അവൻ മരുഭൂമിയിൽ ആയിരുന്നു. Taking care of the sheep. ആടിനെ മേയിച്ചുകൊണ്ടിരുന്നു. He became 80 years old. അവൻ 80 വയസ്സുള്ളവനായി തീർന്നു. Then God called. അപ്പോൾ ദൈവം അവനെ വിളിച്ചു. What was his answer? എന്തായിരുന്നു മോശയുടെ ഉത്തരം? I am a tammering. You know, I am a man with tammering tongue. ഞാൻ വിക്കുള്ള തടിച്ച നാവുള്ളവനാണ്. Send somebody. I cannot. മറ്റാരെങ്കിലും അയക്കണം, എന്നെയും കൊണ്ട് സാധ്യമല്ല. The Lord told, I was waiting for this day. എന്നാൽ കർത്താവോട് പറയാണ്, ഈ ദിവസത്തിനായിട്ടാണ് ഞാൻ നോക്കിയത്. The rest of 40 years God used to Moses. അടുത്ത 40 വർഷം ദൈവം അവനെ ഏറ്റവും ഉപയോഗിച്ചു. I'll take another verse. ഒരു വാക്യം കൂടെ വായിക്കാം. John's Gospel chapter 12.
യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. This is the spoken by our blessed Lord. നമ്മുടെ കർത്താവ് താൻ തന്നെ പറഞ്ഞ വാക്യങ്ങൾ. He is speaking about himself. തന്നെ കുറിച്ച് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. Look at John's Gospel chapter 12. 12-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം and verses 24. അതിന്റെ 24-ാം വാക്യം. There the Lord speaks like this. അവിടെ കർത്താവ് ഇപ്രകാരം പറയുന്നു. Most assuredly I say to you, unless a grain of wheat falls into the ground and dies, it remains alone. But if it dies, it produces much fruit. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. Fruit, if you want fruit, നിങ്ങൾക്ക് വിളവുണ്ടാകണമെങ്കിൽ that seed should fall and die. അത് ധാന്യം നിലത്ത് വീണ് അത് മരിക്കേണ്ടതാണ്. If it doesn't die, there will not be fruit. അത് നിലത്ത് വീണ് അത് ജെർമിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും അവിടെ ധാന്യം He was speaking about himself. അത് തന്നെ കുറിച്ച് തന്നെയാണ് കർത്താവ് അവിടെ പറയുന്നത്. Immediately after that, അത് പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ look at verse 26. അതിന്റെ 26-ാം വാക്യം If വായിക്കാം. anyone serve me, let him follow me. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. Follow me. എന്നെ അനുഗമിക്കട്ടെ. We read it in Matthew chapter 4. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം Follow me. എന്നെ അനുഗമിക്കുക. Follow me. എന്നെ അനുഗമിക്കുക. Follow me. എന്നെ അനുഗമിക്കുക. I will make you. ഞാൻ നിങ്ങളെ അപ്രകാരം. If you follow me, I will make you. എന്നെ അനുഗമിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ അപ്രകാരമാക്കും. I am the grain of seed that fall down and died. If you follow me, I will make you fruitful. ഞാൻ നിലത്ത് വീണ് മരിച്ച് വിളവുണ്ടാകുന്ന ധാന്യമാണ്, അപ്രകാരം തന്നെ നിങ്ങളും എന്നെ അനുഗമിക്കുക. Let me stop here. ഞാൻ ഇവിടെ നിർത്തട്ടെ. Because I cannot go forward. എനിക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. Brothers and sisters, സഹോദരി സഹോദരന്മാർ, the Lord wanted our life to be fruitful because He has a plan. നമ്മുടെ ജീവിതം വിളവുണ്ടാകേണ്ടതിന് ദൈവം ആഗ്രഹിക്കുക. കാരണം ദൈവത്തിന് നമ്മളെ കുറിച്ച് He has a perfect plan on my life. എൻ്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായൊരു പ്ലാൻ ദൈവത്തിനുണ്ട്. I don't have any. As a servant of the Lord, let me tell a testimony. ഒരു ദൈവദാസൻ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായ ഒരു കാര്യം പറയട്ടെ. Most of the Lord's servants, they have their agendas. എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ ദൈവദാസന്മാർക്കും അവരുടെ ഒരു അജണ്ടയുണ്ട്. And they will ask the Lord, Lord, sign here. അവർ ദൈവത്തോട് പറയും, ദൈവമേ ഇവിടെ സൈൻ ചെയ്യുക. They wanted only His sign in underneath. അവർക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ ഒരു അപ്രൂവൽ മാത്രം മതി എൻ്റെ താഴെ. They can do something, but God will not use them. അവർക്ക് പലതും ചെയ്യാൻ തൊക്കെ സാധിക്കും, എന്നല്ല ദൈവം അവരെ ഉപയോഗിക്കില്ല. If the Lord has to use, ആ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ they have to die. അത് മരിക്കണം. Leave it to the Lord. ദൈവത്തിന് വേണ്ടി അത് കൊടുക്കണം. Do what you want. ദൈവമേ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. Do your will on my life. നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിന്മേൽ നടത്തണമേ. In order to do that, അങ്ങനെ ചെയ്യണമെങ്കിൽ I have to die and then I have to present. ഞാൻ മരിച്ച് എന്നെ തന്നെ ദൈവസന്നിധിയിൽ May the Lord help us to practice this, so there won't be anything to regret when we reach heaven. When we look back into life we have led here, we will not regret for anything. അപ്രകാരം നല്ലൊരു ജീവിതം നയിക്കാൻ തക്കണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്വർഗത്തിലെത്തുമ്പോൾ ഒരിക്കലും ഒരു റിഗ്രറ്റ് ഉണ്ടാവാൻ തക്കണം ഇടയാകാതെ ഇരിക്കേണ്ടതിന് അപ്രകാരം നമുക്കുള്ള ഒരു ജീവിതം നയിക്കാം. Thank you. Once again I thank you all the dear ones. ഒരിക്കൽ കൂടി എല്ലാ നിങ്ങളോട് ഉള്ള എൻ്റെ സ്നേഹവും അറിയിക്കുന്നു. നന്ദി. The Lord bless these words. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.